അസുരപ്രണയം. രചന രുദ്രാംശി പാർവതി. അവതരണം അഷിക. മിഴി, മിഴി, ഡോറ് തുറക്കുമോളെ, വേദയാ. വേദ ഡോറിൽ കൊട്ടിക്കൊണ്ട് വിളിച്ചത്. മിഴി ബെഡിൽ ചെന്നിരുന്നു. വേദ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. മിഴി, മിഴിക്കുട്ടി കരയുന്നോ? വേദ അവൾക്ക് അടുത്ത് വന്നിരുന്നു അവളുടെ മുഖം പിടിച്ചുയർത്തി. മിഴി വിതുമ്പിക്കൊണ്ട് അവളെ നോക്കി. കരയല്ലേ, അവൻ ഓരോന്ന് ആലോചിച്ച് വിഷമം കൊണ്ടാണ്. നീ ഒന്ന് ക്ഷമിക്ക്. വേദ പറഞ്ഞത്. മിഴി കണ്ണു തുളച്ച് അവളെ കൂർപ്പിച്ചു നോക്കി. ആദ്യം എല്ലാം പറഞ്ഞതല്ലേ, അപ്പൊ ഞാൻ സമ്മതിച്ചതുമല്ലേ, പിന്നെ എന്തിനാ ഹരിയേട്ടൻ എപ്പോഴും ഇങ്ങനെ എന്നെ പറയുന്നു? മിഴി പരിഭവത്തോട് ചോദിച്ചു. മിഴി, ഞാൻ എന്താ പറയാ? നോക്ക്, അവനെല്ലാം നിന്നോട് പറഞ്ഞു കാണും, നീ സമ്മതിച്ചും കാണും. പക്ഷെ അതോടെ എല്ലാം ഓക്കെ ആയി എന്നല്ല. അവൻ അവനെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ നിന്നെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്റെ ജീവിതം ഒന്നുമല്ലാതായി പോകരുതെന്ന് അവൻ ചിന്തിക്കുന്നതിൽ നിനക്കോ എനിക്കോ അവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതവൻ നിന്നെ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, നിന്നെ അത്രയും അവൻ പ്രണയിക്കുന്നത് കൊണ്ടാണ്. വേദ പറഞ്ഞത്. മിഴി അവളെ നോക്കിയിരുന്നു. നീ ആലോചിച്ചു നോക്ക്. അവന്റെ കാര്യത്തിൽ നീ ഒന്നുകൂടെ ആലോചിക്കെന്ന് പറഞ്ഞത് നിന്റെ ഭാവി ഓർത്താണ്, അല്ലാതെ അവന്റെ ഭാവി ഓർത്തിട്ടല്ല. അവൻ എന്തെങ്കിലും സംഭവിച്ച് നീ ഈ 4 ചുവരുകൾക്കുള്ളിൽ കരഞ്ഞു ജീവിച്ചു തീർക്കുന്നത് അവന് ചിന്തിക്കാൻ കൂടി കഴിയാത്തത് കൊണ്ടാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവൻ പറഞ്ഞു പോയത് തെറ്റാണെന്ന് അവന് തോന്നിയിട്ടില്ല. ഒന്ന് ക്ഷമിക്ക്. വേണേൽ നിന്റെ സങ്കടം മാറാൻ 2 തല്ലുകൂടി കൊടുത്തു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കരുത്. എനിക്കും വിഷമമാവുന്നുണ്ട്. വേദ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മിഴിയുടെ തോളിലൊന്ന് തട്ടി അവളുടെ റൂമിലേക്ക് പോയി. മിഴി അങ്ങനെ തന്നെ ബെഡിൽ ചാഞ്ഞു കിടന്നു. പിന്നീട് രാത്രി ഫുഡ് കഴിക്കാൻ നേരമാണ് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയത്. ഹരിക്ക് നേരെ ഇരിക്കാതെ മിഴി വേദയ്ക്കടുത്തായി പോയിരുന്നു. അർജുൻ, ഹരി, വേദ, മിഴി അങ്ങനെയാണ് ഇരിക്കുന്നത്. ഹരി അവളെ നോക്കിക്കൊണ്ട് വേദയെ ദയനീയമായി നോക്കി. വേദ തിരിച്ച് ഞാനിനി എന്തു ചെയ്യാൻ എന്ന പോലെ നോക്കി. അർജുൻ കൂടെ ഇരിക്കുന്നത് കൊണ്ട് കണ്ണുകൾ കൊണ്ടല്ലാതെ അവർക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു. പതിവ് തെറ്റിച്ച് മിഴിയാണ് വേഗം കഴിച്ചെഴുന്നേറ്റ് പോയത്. അർജുൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അവളോട് സംസാരിക്കാമെന്ന് കരുതിയിരുന്ന ഹരി അവൾ അങ്ങനെ ചെയ്യുന്നതും കണ്ടു ഞെട്ടി എന്ന് വേണം പറയാൻ. കാരണം മിഴിയിൽ ഈ കാണുന്ന ഭാവങ്ങൾ പുതിയതായിരുന്നു. ഒരാളോട് ദേഷ്യം, പിണക്കം, പരിഭവമൊക്കെ. മിഴിയുടെ ഡോർ അടയുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഹരി ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ശ്രീ, അവൾക്ക് നല്ല വിഷമമായി. അതാ, നാളെ ആവട്ടെ നമുക്ക് സംസാരിക്കാം. വേദ കഴിക്കാതെ ഇരിക്കുന്നവനോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ്. ഹരി അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൈ കഴുകി മുകളിലേക്ക് പോയി. വേദയും അവളുടെ റൂമിലേക്ക് പോയതും അർജുൻ കുറച്ചു നേരം ഹാളിലിരുന്ന് ലാപ്പിൽ വർക്ക് ചെയ്തു. ഏട്ടാ. ലാപ്പിൽ മുഴുകിയിരിക്കുന്ന മിഴിയുടെ വിളി കേട്ട് മുഖമുയർത്തി അവളെ നോക്കി. ഇരിക്കു മിഴി. അർജുൻ അവളോട് എതിർ സോഫ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മിഴി വന്നത്? എന്തേലും പറയാനുണ്ടോ? ഇരുന്ന് കഴിഞ്ഞിട്ട് മിണ്ടാതെ ഇരിക്കുന്നവളോട് അർജുൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. ഉണ്ടേട്ടാ, മിഴി പറഞ്ഞു. പറയ്, കോളേജിൽ എന്തെങ്കിലും പ്രശ്നമാണോ? അർജുൻ തന്നെ അവളോട് കാര്യം തിരക്കി. അതിന് ഉടൻ തന്നെ മിഴിയില്ലെന്ന് തലയാട്ടി. പിന്നെ? അർജുൻ ചോദിച്ചുകൊണ്ട് അവളെ ഉറ്റുനോക്കി. അവളുടെ കോർത്തും മുറുകിയും അഴിയുന്ന കൈ കണ്ട് അർജുന് കാര്യം മനസ്സിലായി. ഏട്ടാ, ഇന്നലെ ഞാനാണ് ഹരിയേട്ടന്റെ കൂടെ പോയി കിടന്നത്. ഹരിയേട്ടൻ എന്നെ വിളിച്ചിട്ടല്ല. എനിക്ക് ഹരിയേട്ടനെ ഇഷ്ടമാണ്. ഞാൻ ഹരിയേട്ടനെ പ്രണയിക്കുന്നു ഏട്ടാ. എന്റെ ജീവിതത്തിൽ എനിക്ക് പാതിയായി ഹരിയേട്ടനെ വേണം. മിഴി കണ്ണും പൂട്ടി പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു. മിഴി. അർജുന്റെ വിളിയിൽ മിഴി കണ്ണു തുറന്നു അവനെ നോക്കിക്കൊണ്ട് അവൻ ഇരിക്കുന്നതിന്റെ അടുത്ത് ചെന്ന് അവന്റെ കാൽ കീഴിലായിരുന്നു അവന്റെ കാൽമുട്ടിൽ ഇറുക്കെ പിടിച്ചു. പറ്റില്ല, വേണ്ടെന്ന് പറയല്ലേ ഏട്ടാ, എനിക്ക് പറ്റില്ല. അത്രയും ഇഷ്ടമാണ്. എന്റെ ജീവന മറക്കാൻ കഴിയില്ല എനിക്ക്. വർഷങ്ങളായി ഞാൻ ഉൾക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് വേണം ഏട്ടാ, മിഴിക്ക് വേണം. വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഹരിയേട്ടനെ മാത്രം മതി, പ്ലീസ് ഏട്ടാ. മിഴി വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. അർജുൻ അവളെ തന്നെ നോക്കിയിരുന്നുകൊണ്ട് പതിയെ അവളുടെ തലയിൽ തലോടി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സോഫയിൽ അവന്റെ അടുത്തായിരുത്തി അവളെ ചേർത്ത് പിടിച്ചു. മിഴി, കരയാതെ. നോക്ക്, ഏട്ടൻ പറയുന്നത് കേൾക്ക്. അർജുൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. മിഴി വിതുമ്പിക്കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഹരി പറഞ്ഞു, എന്നോട് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്. അത് ഏട്ടൻ സമ്മതിക്കുന്നു.
നിങ്ങൾക്ക് പ്രണയിക്കാനുള്ള അവകാശവുമുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ഭദ്രമാക്കേണ്ടത് എൻ്റെ കൂടെ കടമയാണ്. ഹരി പറഞ്ഞു. അവനെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞുവെന്ന്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നീ ഈ തീരുമാനമെടുത്തതെന്നും അവൻ പറഞ്ഞു. പക്ഷെ വീണ്ടും നിങ്ങളോട് ഒന്നുകൂടി തിങ്ക് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടത് പിന്നീട് ഒരിക്കലും അതിന്റെ കുറ്റബോധം ഒന്നും നിങ്ങൾക്ക് തോന്നാതിരിക്കാനാണ്. ഒറ്റയ്ക്കാകേണ്ടി വരുന്ന സമയം തകർന്നു പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നിങ്ങൾ നിൽക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. എൻ്റെ കുഞ്ഞനും മോളും എന്നും ഒന്നിച്ചിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഏട്ടൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മിഴുക്കി? അർജുൻ അവളോട് ചോദിച്ചു. അവളോടും ഹരിയോടും സംസാരിക്കുമ്പോൾ കുഞ്ഞിനോടെന്ന പോലെ വാത്സല്യവും സ്നേഹവും അവന്റെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അത്രയും വ്യക്തവും പതിഞ്ഞ ശബ്ദവുമാണ് അർജുന്. എനിക്ക് മനസ്സിലാവും. ഞാൻ വിഷമിക്കുന്നത് കാരണം ഏട്ടനും ഹരിയേട്ടനും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ മിഴിയുടെ സന്തോഷം ഹരിയിലാണ് ഏട്ടൻ. ഹരിയേട്ടനൊപ്പം ഒരു മിനിറ്റെങ്കിലും മതി, അത്രമാത്രം. ഒരിക്കലും ഒന്നിനും പരാതി പറയില്ല. സത്യം. മിഴി പിന്നെ കരയില്ല, ശപിക്കില്ല, മനസ്സിൽ ചിന്തിക്കുക കൂടിയില്ല. മിഴി ഒരു കൊച്ചുകുട്ടിയെ പോലെ പറഞ്ഞു. അർജുനും അവളെ നോക്കിയിരുന്നു. ഇവിടേക്ക് ഇവൾ വന്നിട്ട് വർഷങ്ങളായി. പക്ഷെ ഒരിക്കൽ പോലും ഒന്നിനോടും വാശി കാണിച്ചിട്ടില്ലാത്തവൾ. എന്തിന്? നേരെ ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാറില്ല. അവളാണ് ഇന്ന് ഹരിക്ക് വേണ്ടി തനിക്ക് മുന്നിൽ. ഒരു വേള ഹരിയോടുള്ള അവളുടെ പ്രണയം ഭ്രാന്തമാണെന്ന് തോന്നിപ്പോയി അർജുന്. കരയണ്ട, ഹരിയുടെ ഓപ്പറേഷൻ കഴിയട്ടെ. നിനക്ക് തരാം അവനെ ഞാൻ. എന്നും ഉണ്ടാവും അവൻ നിനക്കൊപ്പം. ഇത് ഏട്ടന്റെ വാക്കാണ്. എന്റെ മോള് കരയാതെ സമാധാനമായിരിക്കും. ഏട്ടന് വിശ്വാസമില്ലേ നിനക്ക്? അർജുൻ അവളോട് ചോദിച്ചത്. മിഴിയാണെന്നതുപോലെ തലയാട്ടി. ആ സമയം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും ആ നിറഞ്ഞ കണ്ണുകൾക്കൊപ്പം ഉണ്ടായിരുന്നു. അർജുൻ അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് റൂമിന് മുന്നിൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കി. ഇതേ സമയം മുകളിലെ ഹാളിൽ നിന്ന് ഹരിയും കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ ഭ്രാന്തമായ പ്രണയത്തെപ്പറ്റി. അവളുടെ ആ പ്രണയത്തിന് മുന്നിൽ താൻ നൽകുന്ന സ്നേഹം, പ്രണയം ഒക്കെ എത്ര ചെറുതാണെന്ന് ഓർത്തുപോയി ഹരി. ഒരാഴ്ചകൾക്കിപ്പുറം കഴിഞ്ഞ ഒരാഴ്ച വേദയിൽ അർജുനും നല്ല രീതിയിൽ തിരക്കായിരുന്നു. പ്രണയത്തിൽ തീവ്രതയേക്കാൾ വാശി കൂടിയാൽ എങ്ങനെയാണോ അതാണ് വേദയുടെയും അർജുന്റെയും ലൈഫ്. ഇതിനിടയിൽ ഒരു ഒഴുക്കുപോലെ ഹരിയും മിഴിയും. അന്ന് ആ പ്രശ്നത്തിന് ശേഷം മിഴി ഹരിയോട് മിണ്ടിയിട്ടില്ല. അവന്റെ അടുത്ത് പോലും പോകാറില്ല. നേരിൽ കാണുന്ന സമയം അത്രയും വെറുതെ ഒന്ന് നോക്കി നിൽക്കും. പിന്നെ ഹരിയുള്ള സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകും. അവളുടെ ഈ അവഗണന ഹരിയെ വല്ലാതെ നോവിച്ചു. പല പ്രാവശ്യം ഹരി തന്നെ മിഴിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ മിഴി തന്നെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. പിന്നെ പിന്നെ ഹരിയും അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടുനിന്നു. മിഴി ഇപ്പോൾ ക്ലാസ്സിലെ ഒട്ടുമിക്കവരോടും സംസാരിക്കുമെങ്കിലും വേദയും ഫ്രണ്ട്സുമായാണ് കൂടുതൽ കൂട്ട്. ആദ്യത്തെ പേടിയും വെപ്രാളമൊക്കെ മാറി. മിഴി ഇപ്പൊ കുറച്ചുകൂടി ബോൾഡായിട്ടുണ്ട്. അങ്ങനെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഹരി അവൾക്കൊരു നോവ് തന്നെയായിരുന്നു. മിക്ക രാത്രിയിൽ അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ വാതിക്കൽ നിന്ന് അവൾ നോക്കി നിൽക്കും. എന്തിനീ പരിഭവം എന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷെ അന്നത്തെ ഹരിയുടെ വാക്കുകൾ അവളെ നല്ലതുപോലെ വേദനിപ്പിക്കുക കൂടി ചെയ്തു. ഒരിക്കൽ ആ നോവ് കോളേജിൽ വെച്ച് അവളുടെ കണ്ണു നിറച്ചത് അവളുടെ ഫ്രണ്ട്സ് കാര്യം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ തന്റെ ഉള്ളിലെ വിഷമം കുറച്ചെങ്കിലും കുറയുമെന്ന് കരുതി മിഴി തന്നെ അവളുടെയും ഹരിയുടെയും കാര്യം അവരോട് പറഞ്ഞു. ഇപ്പൊ അവളുടെ മനസ്സ് മനസ്സിലാക്കി അവരും കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ 2 വർഷങ്ങളിലായി നോവോടെ അവരുടെ പ്രണയം കടന്നുപോയി. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു ദിവസം ആഹാരം കഴിച്ചു കഴിഞ്ഞ് അർജുൻ വിളിച്ചതുകൊണ്ട് എല്ലാവരും ഹാളിൽ ഒന്നിച്ചുകൂടി. വേദയും മിഴിയും ഹരിയും ഹരിയെ നോക്കുന്ന ഗാർഡ്സ്, കിച്ചൺ സ്റ്റാഫ്, അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും അവിടെ വന്നു. ഹാളിൽ എല്ലാവരും വന്നു നിന്നതും അർജുൻ സോഫയിൽ കാലുമേൽ കാല് കയറ്റി വെച്ച് ചാഞ്ഞിരുന്നു. അവന്റെ തൊട്ടടുത്തായി ഹരിയുമുണ്ട്. മറ്റന്നാൾ കുഞ്ഞനും ഞാനും അമേരിക്കയിലേക്ക് പോവുകയാണ്, അർജുൻ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. പക്ഷെ ഹരി മാത്രം അവനെ നോക്കാതെ ആരെയും ശ്രദ്ധിക്കാതെ മുഖം കുനിച്ച് അങ്ങനെയിരുന്നു, നിർവികാരമായ മനസ്സുമായി. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു മാറ്റം അവൻ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പൊ ഞാൻ എല്ലാവരെയും വിളിച്ചതിന്റെ കാര്യം മനസ്സിലായി കാണുമല്ലോ. ഞാനും ഹരിയും പോകുന്ന ദിവസം നിങ്ങൾക്കും ഇവിടെ നിന്ന് പോകാം. തിരികെ ഞങ്ങൾ വന്നതിന് ശേഷം വന്നാ മതി, അർജുൻ പറഞ്ഞത് എല്ലാവരും നിരാശയോടെ പരസ്പരം നോക്കി. പിന്നെ സമ്മതിച്ചു. അപ്പൊ ഞാനും മിഴിയും? വേദ ഉള്ളിൽ വന്ന ചോദ്യത്തോടെ അർജുനെ നോക്കി. ഇതുവരെയുള്ള സാലറി നാളെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ അക്കൗണ്ടിൽ വരും, അർജുൻ പറഞ്ഞു. അതോടെ സ്റ്റാഫ് എല്ലാം പിരിഞ്ഞുപോയി. അപ്പൊ ഞാനും മിഴിയും?
അർജുൻ മുകളിലേക്ക് പോകാൻ തുടങ്ങിയത് വേദ ചോദിച്ചു. മിഴിയിലും ആ ചോദ്യമുള്ളത് കൊണ്ട് അവളും അവനെ നോക്കി. നീ താമസിച്ചിരുന്ന പഴയ വീട്ടിൽ ഇനി മുതൽ നിങ്ങൾ അവിടെയാണ്, അർജുൻ പറഞ്ഞുകൊണ്ട് വേദയെ ഒന്ന് നോക്കി. ഇവിടെ നിന്നാ പോരെ ഏട്ടാ? മിഴി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. പോരാത്തത് കൊണ്ടാണ് മിഴി മാറ്റുന്നത്, അർജുൻ പറഞ്ഞത്. മിഴി പിന്നെ ഒന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല. അർജുൻ കയറിപ്പോയത് മിഴി ഹരിയെ ഒന്ന് നോക്കി. അവൾക്ക് ഇനി അവൻ തന്റെ മുന്നിൽ ഉണ്ടാവുന്നില്ല എന്ന കാര്യം ആലോചിച്ചതും സങ്കടം തോന്നി. പെയ്യാൻ വെമ്പിയ കണ്ണുകളെ ശാസിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറിപ്പോയി. ശ്രീ, വേദ അവന്റെ അടുത്ത് ചെന്നു കുനിഞ്ഞവന്റെ മുഖം പിടിച്ചുയർത്തി. കണ്ണിന് ചുറ്റും കറുപ്പ് വീണു ആകെ കോലം കെട്ട് ക്ഷീണിച്ചുള്ളിലെ സങ്കടം കൊണ്ട് വിങ്ങി വിങ്ങി ചുവന്നിരിക്കുന്നവനെ അവൾ അലിവോടെ നോക്കി. ലച്ചു, ഹരിയുടെ ശബ്ദം നേർത്തു. വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും, വേദ പറഞ്ഞു. വിഷമമൊന്നുമില്ല ലച്ചു, ഞാൻ അവളെ നോവിച്ചതിന്റെ വേദന ഇന്ന് ഞാൻ അറിയുന്നു. കേട്ടിട്ടില്ലേ നീ, കർമ്മ ഈസ് ബൂമറാങ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രം, ഹരി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലൊന്ന് അമർത്തിപ്പിടിച്ച് വിട്ടുകൊണ്ട് മുകളിലേക്ക് തന്നെ പോയി. വേദയ്ക്ക് ദേഷ്യമാണ് തോന്നിയത്. അവൾ എഴുന്നേറ്റ് മിഴിയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയത് മിഴി പുറത്തേക്ക് വന്നു. മിഴി! വേദയുടെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു. മിഴി അവളെ നോക്കി. മിഴി, നീ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടോ? വേദ അവളോട് ചോദിച്ചു. ഉണ്ട്, മിഴിയും തിരികെ പറഞ്ഞു. നിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിലെന്ത് തെറ്റാണ് മിഴിയുള്ളത്? അവന്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇങ്ങനെയല്ലേ ചെയ്യൂ? അത് മനസ്സിലാക്കി ക്ഷമിക്കാൻ കഴിയില്ലേ? പിന്നെ നീ എന്താ ഇങ്ങനെ? വേദ ഹരിയുടെ സങ്കടം നിറഞ്ഞ മുഖമോർത്ത് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. എനിക്ക് ഹരിയേട്ടനോട് ദേഷ്യവും പിണക്കവും ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. ഹരിയേട്ടൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ശരി തന്നെ, ഞാൻ അതിൽ തെറ്റു പറയുന്നില്ല. ഞാനാണ് ഹരിയേട്ടന്റെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ വേദനിച്ച മനസ്സ് എന്റെയാണ് ചേച്ചി. ഒരു നിമിഷത്തേക്കെങ്കിലും നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ഞാനാണ് ചേച്ചി. ആ സങ്കടം എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എനിക്ക്. എന്റെ ജീവനാ. മിഴിയുടെ ഓരോ ശ്വാസവും എന്റെ ഹരിയേട്ടൻ തന്നെയാ. അതിലൊരു മാറ്റവും അന്നും ഇന്നും ഒരിക്കലുമില്ല. ഞാൻ കാത്തിരിക്കാൻ ചേച്ചി. ഹരിയേട്ടൻ പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നവും കഴിഞ്ഞ് എന്നിലേക്ക് ശാന്തമായ മനസ്സോടെ സന്തോഷത്തോടെ മടങ്ങി വരും പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. എനിക്ക് ഹരിയേട്ടനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്റെ കാത്തിരിപ്പ് പോലും ഹരിയേട്ടനോടുള്ള എന്റെ ഭ്രാന്താണെന്ന് മിഴി പറഞ്ഞുകൊണ്ട് നിറഞ്ഞൊഴുകിയ കണ്ണുകൾ വാശിയോടെ തുറച്ചു. വേദ അവളെ തന്നെ നോക്കി നിന്നു. ഹരിയേട്ടന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് ചേച്ചി, ഇതൊന്ന് ഏട്ടന് കൊടുത്തേക്ക്. പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, ഞാൻ ചെല്ലട്ടെ. മിഴി അവളുടെ കൈ ആ ഫയൽ കൊടുത്തുകൊണ്ട് തിരികെ റൂമിലേക്ക് പോയി. വേദ മുകളിൽ കണ്ണു നിറച്ച് അവർ സംസാരിച്ച് കേട്ട ഹരിയെ നോക്കി. വേദ അതും കൊണ്ട് മുകളിലേക്ക് പോയി. അവളിൽ വാശിയില്ല ശ്രീ, നിന്നോടുള്ള ഭ്രാന്തമായ പ്രണയമാണ്. അതിനെ തോൽപ്പിക്കാൻ എനിക്കോ നിനക്കോ കഴിയില്ല. അവള് തോറ്റു തരും വരെ ആർക്കും കഴിയില്ല, വേദ പറഞ്ഞുകൊണ്ട് അവന്റെ തോളിലൊന്ന് അമർത്തിപ്പിടിച്ച് അർജുന്റെ റൂമിലേക്ക് പോയി. നിന്റെ ഈ ഭ്രാന്ത് ഞാൻ തന്നെ ഏറ്റുവാങ്ങും മിഴി. ഇനി അതിനായി ഞാനും കാത്തിരിക്കാം, ഹരി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവന്റെ റൂമിലേക്ക് പോയി. മുറിയിലേക്ക് കയറി വന്ന വേദയെ എന്തെന്ന പോലെ അർജുൻ നോക്കി. എപ്പോൾ കയറി വന്നാലും നോക്ക് ചെയ്യാതെ കയറി വരുന്നവൾ ഇന്നങ്ങനെയല്ലാതെ അവളെ കണ്ട് എന്തെന്ന പോലെ അവൻ നെറ്റി ഒഴിച്ചു. വേദ പക്ഷെ ഹരിയുടെയും മിഴിയുടെയും കാര്യം ആലോചിച്ച് ടെൻഷനടിച്ച് വന്നുകൊണ്ടായിരുന്നു നോക്ക് ചെയ്യാതെ വന്നത്. വേദ! അകത്തേക്ക് വന്നു നിന്നിട്ടും എന്തൊക്കെയോ പിറുപിറുത്തു നിൽക്കുന്നവൾ അവന്റെ വിളി കേട്ട് ഞെട്ടി. ശ്രീയുടെ ഫയൽ. അവന്റെ ദഹിപ്പിച്ചുള്ള നോട്ടം കണ്ട് അവൾ പെട്ടെന്ന് പറഞ്ഞു. അതവന് നീട്ടി. അർജുൻ അത് വാങ്ങിയതും വേദ വേഗം തിരിഞ്ഞു കടന്നു. വേദ! അവൻ വിളിച്ചുകൊണ്ട് ലാപ്പ് മാറ്റിവെച്ചു. വേദ അവനെ തിരിഞ്ഞു നോക്കി. ആ ഫയൽസ് എല്ലാം എടുക്ക്, അവൻ അവളുടെ നോട്ടം കണ്ടു പറഞ്ഞു. വേദ ടേബിളിൽ ഇരുന്ന ഫയലെല്ലാം എടുത്ത് അവന് മുന്നിൽ ചെന്ന് അത് നീട്ടി. ഇരിക്കി, കമ്പനിയിലെ ഫയൽസാണ്, ഞാനില്ലാത്തപ്പോൾ നിനക്ക് ആവശ്യം വരും, അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. വേദ തലകുലുക്കിക്കൊണ്ട് ബെഡിലറ്റത്തായിരുന്നു. നിങ്ങളെ ഇവിടെ നിന്ന് ഞാൻ മാറ്റിയത് വെറുതെ അല്ല, അതിന് കാരണമുണ്ട്. ഞാനും ഹരിയും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമുണ്ടാവില്ലെന്നല്ല, നീയും മിഴിയും സൂക്ഷിക്കണം, അവൻ പറഞ്ഞതും അവൾ ശ്രദ്ധയോടെ അവനെ നോക്കിയിരുന്നു. മിഴിയും കമ്പനിയും നിന്റെ ഉത്തരവാദിത്തമാണെന്നർത്ഥം. മിഴിയെ അബ്രോഡ് വിടാതെ കൂടുതൽ സെക്യൂരിറ്റി കൊടുത്ത് വേറൊരിടത്തും നിർത്താതെ പോകുന്നത് നീയുള്ളത് കൊണ്ടാണ്. അവൾക്കൊരു പോറൽ പോലും ഏൽക്കരുത്. അവന്റെ വാക്കുകൾ കടുത്തിരുന്നു.
ഞാൻ നോക്കിക്കോളാം അവളെ, വേദ പതിയെ പറഞ്ഞുകൊണ്ട് മുഖം താഴ്ത്തി. കമ്പനിയിലെ കാര്യങ്ങൾ അറിയാലോ നിനക്ക്, എല്ലാത്തിലും കണ്ണു വേണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്, ഇനി ചെയ്യാനുള്ളത് എല്ലാം ആ ഫയൽസിലുണ്ട്. അതുപോലെ പുതിയ പ്രൊജക്ട്, ഗ്രൂപ്പ്, ഇതൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അവൻ പറഞ്ഞതും വേദ എല്ലാം കേട്ടിരുന്നു. ഒറ്റയ്ക്ക് ഒരിടത്തും പോകരുത്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന ഗാർഡ്സ് കൂടെ ഉണ്ടാവും, മിഴിക്കുമുണ്ടാവും. എപ്പോഴും ശ്രദ്ധ വേണം, അവൻ പറഞ്ഞു. അവൾ മറുപടി പറഞ്ഞുകൊണ്ട് ഇനി എന്തെന്ന പോലെ അവനെ നോക്കി. എനിക്ക് പാക്ക് ചെയ്യണം. ചെയ്യ്, അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ലാപ്പെടുത്ത് മടിയിൽ വെച്ചു. വേദ ഒരു നിമിഷം അവനെ കണ്ണു മിഴിച്ചു നോക്കി. കുറച്ചു നാളായി ഇല്ലാതിരുന്നതായിരുന്നു. വീണ്ടും അവന്റെ ഈ പെരുമാറ്റം അവളിൽ പേടിയും സന്തോഷവും ഒരുപോലെ നിറച്ചു. വേദ ആ ഫയൽ ടേബിളിൽ തന്നെ വെച്ച് സാരി ഇടുപ്പിൽ മുറുക്കെ വെച്ച് എഴുന്നേറ്റ് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോയി. അർജുൻ അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് ലാപ്പിൽ ശ്രദ്ധിച്ചു. വേദ അവന്റെ പെട്ടി എടുത്തു വെച്ച് ഡ്രസ്സും വേണ്ടതൊക്കെ എടുത്തു വെച്ച് വേർത്തു കുളിച്ച് അവനെ നോക്കി. അവന്റെ അടുത്തായിരിക്കുന്നു ഹരിയുടെ ഫയൽ കൂടി കണ്ടതും അവൾ അതെടുക്കാനായി ചെന്നു. ആ ഫയൽ കൂടി, അവൾ പറഞ്ഞതും അവൻ നോക്കാതെ തന്നെ അതെടുത്തു കൊടുത്തു. വേദ അതുകൂടി പെട്ടിയിൽ ലോക്ക് ചെയ്തു വെച്ച് സൈഡിലായി മാറ്റിവെച്ചു. സാരിത്തുമ്പ് കൊണ്ട് വേർപ്പൊപ്പി ടേബിളിലിരുന്ന ഫയലെല്ലാം എടുത്തു. ഹരിയും മിഴിയും, വേദ പുറത്തേക്ക് ഇറങ്ങി അവൻ ചോദിച്ചു. അത് കേട്ടതും അവളുടെ മുഖം വീർത്തു. സങ്കടം കൊണ്ട് മുഖം ചുവന്നു. അർജുൻ അത് കാണുകയും ചെയ്തു. വേദ തിരിഞ്ഞവനെ നോക്കി. മിഴി, അവളിപ്പോഴും ശ്രീയോട് പരിഭവത്തിലാണ്. അവന് നല്ല വിഷമമുണ്ട് ദേവേട്ട. എനിക്കെന്തോ അങ്ങനെ കണ്ടിട്ട് വിഷമമാവുന്നുണ്ട്. ഒന്ന് സംസാരിക്കുമോ മിഴിയോട്? അവളൊന്ന് ക്ഷമിച്ചെന്ന് പറഞ്ഞ് അവനോട് മിണ്ടിയാ മതി, അവൻ ഹാപ്പിയാവും. പാവമല്ലേ എന്റെ ശ്രീ, വേദ പറഞ്ഞു അവന്റെ അടുത്ത് വന്നു നിന്നു. അർജുൻ അവളെ തന്നെ നോക്കി. കൊച്ചുകുട്ടികളെ പോലെ പരാതി പറയുന്നവൾ. ഹരി അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഇവൾക്ക് എന്നെ പേടി തന്നെയാണോ? തൊട്ടടുത്ത് വരെ വന്ന് മുഖം കുനിച്ചു നിൽക്കുന്നവളെ കാണി അവൻ ചിന്തിച്ചു പോയി. വേദ, അർജുൻ അവളെ വിളിച്ചപ്പോഴാണ് വേദ അവന്റെ തൊട്ടടുത്താണെന്ന് അവൾ ഓർത്തത്. വേദ പെട്ടെന്ന് തന്നെ പിടഞ്ഞെഴുന്നേറ്റ് മാറി നിന്നു. സോറി, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, വെപ്രാളത്തോടെ പറഞ്ഞു പോയവൾ. മിഴിയെ വരാൻ പറയും. അർജുൻ അത് പറഞ്ഞത് വേദ ഫയലും മുറുക്കെ പിടിച്ച് അവിടെ നിന്ന് ഓടി. അവൾ പോയി കഴിഞ്ഞത് അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു ചിരി മിന്നി. മിഴി, നിന്നെ ഏട്ടൻ വിളിക്കുന്നു. ഓടിക്കിതച്ചവൾ വന്നു നിന്നത് മിഴിയുടെ റൂമിന് മുന്നിലാണ്. ചേച്ചി എന്താ ഇങ്ങനെ കിടക്കുന്നേ? മിഴി ചോദിച്ചുകൊണ്ട് ക്ലാസ്സിലെ വെള്ളമെടുത്ത് അവൾക്ക് കൊടുത്തു. വേദ ഒറ്റ വലിക്കത് കുടിച്ച് അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി. നിന്റെ ഏട്ടൻ നിന്നെ പറഞ്ഞുവിടാൻ പറഞ്ഞു, നീ ചെല്ല്, വേദ പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് അവളുടെ റൂമിലേക്ക് പോയി. എല്ലാം നിങ്ങൾ കാരണമാണ്. അവരെ പറഞ്ഞിട്ട് എന്താ? ബോധമില്ലാതെ ഒട്ടാൻ പോയിട്ടല്ലേ? ഓ, മുമ്പായിരുന്നു ഭിത്തിയിലിരുന്നേനെ ഞാൻ, വേദ സ്വയം പറഞ്ഞുകൊണ്ട് തലയൊന്നു കുടഞ്ഞു. എന്തിനു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഞാനെല്ലാം മറന്നോ? ദേവേട്ടനോട് ക്ഷമിച്ചോ? ഉള്ളിൽ പൂട്ടിവെച്ച പ്രണയം പുറത്തു വരുന്നുണ്ടോ? നിക്ക്, വേദ സ്വയം ചോദിച്ചു. ഒരു കൃത്യമായ ഉത്തരമില്ലാതെ അവളുടെ ഉള്ളം വലിഞ്ഞു മുറുകി. പിന്നെ ആ ചിന്തകൾ വിട്ടുകൊണ്ട് അവൾ റൂമിൽ ചെന്നു കബോർഡിൽ ഫയലെല്ലാം വെച്ചു. ഏട്ടൻ വരാൻ പറഞ്ഞോ? മിഴി അർജുന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇരിക്ക്, അർജുൻ പറഞ്ഞുകൊണ്ട് ലാപ്പ് ഓഫ് ചെയ്തു വെച്ച് അവൾക്കടുത്തായി നീങ്ങിയിരുന്നു. ഏട്ടൻ പറഞ്ഞതല്ലേ ഹരിയെ നിനക്ക് തരാമെന്ന്, എന്നിട്ടും എന്തേ ഈ പരിഭവം അവനോട്? അവൻ ചോദിച്ചുകൊണ്ട് അവളെ നോക്കി. അറിയില്ല ഏട്ടാ, പക്ഷെ, മിഴി പറഞ്ഞുകൊണ്ട് കണ്ണു താഴ്ത്തി. മോളെ, സമയം അത് വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ നാളെ നല്ലതെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് പലതും അന്ന് നല്ലതാവണമെന്നില്ല. കൂടെ നമ്മളെ ഇന്നിനെ നോവിപ്പിക്കാനും നശിപ്പിക്കാനും അതിന് കഴിയും. ഇപ്പോ ഹരിയുടെ കാര്യം തന്നെ നീ ഓർത്തു നോക്ക്. ഏട്ടൻ നിനക്ക് അവനെ തരുമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അവന് വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെ നിർബന്ധിക്കാൻ എനിക്ക് കഴിയില്ല, നിനക്കും കഴിയില്ല. ഹരി, അവന്റെ മാനസികാവസ്ഥ ഇപ്പൊ അത്രയും മോശമാണ്. നീയില്ലായ്മ അവനെ എന്തൊക്കെയോ ചിന്തിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മോൾ അവനോട് സംസാരിക്കാൻ, അവന്റെ മനസ്സ് ഓക്കെയാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. മനസ്സവന്റെ കയ്യിലില്ലെങ്കിൽ ചെയ്യുന്ന ചികിത്സ കൊണ്ട് എന്ത് കാര്യം? അർജുൻ കുഞ്ഞിനോടെന്ന പോലെ പതിയെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. മിഴി കണ്ണു നിറച്ച് അവനെ നോക്കി. പഴയതൊക്കെ മറന്നേക്ക്. ഈ സമയം മുന്നിലുള്ള സന്തോഷം നീയായി തട്ടിക്കളയരുത്. പിന്നീട് ഇതോർത്ത് വേദനിക്കേണ്ടി വരരുത്. നീ പറഞ്ഞില്ലേ
ഹരിക്കൊപ്പം 1 മിനിറ്റെങ്കിലും മതിയെന്ന്. എന്നിട്ട് നീ തന്നെ ഈ മിനിറ്റുകൾ പാഴാക്കുവാണോ? അവൻ ചോദിച്ചത്. മിഴി കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ ചാരി. ചെല്ല്, ഇന്നിൽ ജീവിക്കുന്നവരാണ് മനുഷ്യർ. നാളെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട. മറ്റന്നാൾ പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ വേണം പോകാൻ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ നേരെ ഇരുത്തി. മിഴി അവനെ നോക്കിക്കൊണ്ട് തല കുലുക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. തുടരും.